വായനയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനായി നിർമ്മിച്ച ഹ്രസ്വ ചിത്രം ശ്രദ്ധേയമാകുന്നു. കാസർഗോഡ് ഹോസ്ദുർഗ് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് ചിത്രം തയ്യാറാക്കിയത്. നിന്റെ ആടിന് ഇന്നേരായിട്ടും ഒരു തുള്ളി കഞ്ഞോളം കൊടുത്തോ. നിന്റെ ആട് പെരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ആ പാത്തു വല്ലാത്ത ദേഷ്യത്തിലാന്നല്ല, എന്താ കാര്യം? ഒന്നും പറയണ്ട എന്റെ ഗാതെ. ഞാൻ എന്റെ ആടിന് ഇത്തിരി പച്ചിലയും വെള്ളവും കൊടുക്കട്ടെ. ഇമ്മിണി ബല്യത് വായനയുടെ ലോകം നൽകുന്ന അറിവുകളും ചിന്തകളും പുതിയ കാഴ്ചപ്പാടുകളുമെല്ലാം വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകുന്നതിനാണ് ഹ്രസ്വചിത്രമൊരുക്കിയത്. ഗാഥ എന്ന കൗമാരക്കാരി വായിച്ചറിഞ്ഞ കഥാപാത്രങ്ങളുമായി സ്വപ്നത്തിൽ സംവദിക്കുന്നതാണ് ഉള്ളടക്കം. ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മയും KR മീരയുടെ ആരാച്ചാറിലെ ചേതനാഘൃത മല്ലിക്കും OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ അപ്പുക്കിളിയും റാം കെയർ ഓഫ് ആനന്ദിയിലെ ട്രാൻസ്ജെൻഡർ കഥാപാത്രമായ മല്ലിയും ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ കടന്നുവരുന്നു. ഉറക്കത്തിൽ ആരൊക്കെയാണ് എന്റെ അടുത്തേക്ക് വന്നേന്നറിയാം നമുക്ക്? ആരൊക്കെയാ? അങ്ങ് പാത്തുമ്മ മുതൽ ഇങ്ങ് അബ്ബാസ് വരെ വായിച്ചറിഞ്ഞ ഒരുപാട് കഥാപാത്രങ്ങൾ. ഓരോ വായനയും തരുന്ന പുതിയ തിരിച്ചറിവുകൾ, പാഠങ്ങൾ. നാളെ വായനാ ദിനമല്ലേ? ദാ എന്റെ കുട്ടിക്ക് അമ്മയുടെ സമ്മാനം, നമ്മുടെ നാട്ടിലെ യുവ സാഹിത്യകാരന്റെ ആദ്യ നോവൽ. കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളായ അനുപമ, ശ്രീയ S കൃഷ്ണ, അരുണിമ, ആരവ്, സഞ്ജയ് കൃഷ്ണ, ഷിബിൻ എന്നിവരും അധ്യാപിക ബിഞ്ചുഷ മേലത്തുമാണ് കഥാപാത്രങ്ങളായെത്തിയത്. കുട്ടികളിൽ ഇപ്പോൾ എല്ലാ കുട്ടികളും മൊബൈൽ, TV വായനയെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അതിന് വായനയ്ക്ക് വേണ്ട പ്രധാനത കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും എത്തിക്കുകയായിരുന്നു നമ്മുടെ ലക്ഷ്യം. പ്രധാന കഥാപാത്രം ആയിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷം. ആദ്യത്തെ ഷോർട്ട് ഫിലിം ആയിരുന്നു. ബിഞ്ചുഷ മേലത്തിന്റെ തിരക്കഥയിൽ OP ചന്ദ്രൻ ഉദിരൂരാണ് സംവിധാനം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് മനസ്സിലുണ്ടായ വായനയുമായി വായിച്ച് നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയ കുറേ കഥാപാത്രങ്ങളുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അതിൽ പ്രധാനപ്പെട്ട KR മീരയുടെ ആരാച്ചാർ, പെണ്ണാരാച്ചാറായിട്ടുള്ള ചേതനാഘൃത മല്ലിക്ക്, റാം കെയർ ഓഫ് ആനന്ദി, അതൊക്കെ വായിച്ചിട്ടാകുമ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കഥാപാത്രം ഒരുപക്ഷെ ആ നോവൽ വായിച്ചപ്പോൾ അതിനകത്ത് പ്രധാന കഥാപാത്രമായ ആനന്ദി മറഞ്ഞു പോവുകയും ഈ മല്ലി എന്ന ട്രാൻസ്ജെൻഡറാണ് ഉടനീളം തങ്ങി നിന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്തരം കുറേ കഥാപാത്രങ്ങൾ എന്നും മനസ്സിലിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഹ്രസ്വചിത്ര നിർമ്മാണത്തിന് സ്കൂളിലെ അധ്യാപകർ വലിയ പിന്തുണയാണ് നൽകിയത്. ഇതിന്റെ ഈ സ്കൂളിന്റെ ഒരു മകുടത്തിൽ ഒരു പൊൻതൂവൽ എന്ന പോലെ വീണ്ടും വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വായനാ ദിനത്തിൽ പിന്നെ നമ്മളെ കുട്ടികളുടെയൊക്കെ കഴിവുകൾ, നമ്മൾ ഒരുപാട് അവർക്ക് അഭിനയ സാധ്യതയൊക്കെയുള്ള നല്ല മക്കളാണ്. അവരുടെ കഴിവുകളെ പരമാവധി കൊണ്ടുവന്ന് അതൊരു സമൂഹം മധ്യത്തിൽ കൂടി എത്തിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇമ്മിണി ബല്യത് ഹ്രസ്വചിത്രം പ്രകാശനം ചെയ്തത്. താങ്കളെ വായിച്ചറിഞ്ഞപ്പോൾ കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. അനുഭവങ്ങളാണ് കുട്ടി അക്ഷരങ്ങളായി പിറന്നത്. ജീവിതമാണിത്. എഴുത്തിന്റെ, വായനയുടെ ലോകം സാധാരണക്കാരൻ്റേത് കൂടിയാണെന്ന് അങ്ങ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.